ഇന്നലെ കുട്ടികൾ കൊണ്ടുവന്ന ബീഡ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പം നമുക്ക് അവരത് കൊണ്ടു തന്നപ്പോൾ അവർക്കൊന്നും കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ? അപ്പോൾ 3 പേർക്കും ഞാൻ നല്ല ഭംഗിയുള്ള 3 ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബ്രേസ്ലെറ്റിന് വേണ്ട സാധനങ്ങളാണ് ഞാനിതിൽ നിന്ന് നുള്ളിപ്പറക്കിയെടുക്കുന്നത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമ്മളൊരു ഇലാസ്റ്റിക് ത്രെഡിലേക്ക് ആദ്യം ആ റെയിൻ ഡ്രോപ്പ് ഷേപ്പിലുള്ള ബീഡ് ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് ഇട്ട് കൊടുത്തു, വീണ്ടും ആ റെയിൻ ഡ്രോപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളൊരു ലാവൻഡറും 3 ഗ്രീനും വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് 3-4 തവണ ഞാനൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരാൾക്കുള്ള ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസ് വലുതായി പോവും. അതുകൊണ്ട് നമുക്ക് 2 പേർക്കുള്ളത് അടുത്ത 2 വീഡിയോസിലായിട്ട് കാണാം. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ബ്രേസ്ലെറ്റ്? വളരെ സിമ്പിളല്ലേ? കുട്ടികളുടെ പഴയതോ പൊട്ടിയതോ ആയിട്ടുള്ള മാലകളൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലത്തെ ബ്രേസ്ലെറ്റും ആങ്ക്ലെറ്റ്സും ഒക്കെ ചെയ്തെടുക്കാം. അപ്പം എങ്ങനെയുണ്ട്?